നല്ല ക്രിക്കറ്റ് കളിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളതെന്ന് KCLലെ കാലിക്കറ്റ് താരം സൽമാൻ നിസാർ. ദുലീപ് ട്രോഫിക്ക് വേണ്ടി ടീം വിടുകയാണെങ്കിലും ടീമിലെ തന്റെ വിടവ് മറ്റൊരാൾ പരിഹരിക്കും. IPL എന്ന സ്വപ്നം എപ്പോഴുമുണ്ടെന്നും സൽമാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിലെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് താരം സൽമാൻ നിസാറാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. സൽമാനെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അവസാന 12 ബോളിൽ 11 സിക്സ് അടിക്കുക, അടുത്തൊന്നും കാണാത്ത തരത്തിലുള്ള പെർഫോമൻസ്. എന്തായിരുന്നു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു? അവസാന പന്തുകളിലാണെങ്കിലും ടീമിന് വേണ്ടി അടിക്കണം, പോരാടണം എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം പറയാനുള്ളത്, എപ്പോഴും പറയാനുള്ളത് അജ്നാസിൻ്റെ ഇന്നിങ്സാണ്. കാരണം അവൻ അങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് താഴത്ത് കുറച്ചും കൂടി എളുപ്പമാക്കി തന്നത്. കാരണം അവൻ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ സിറ്റുവേഷനിൽ ആവശ്യം, എന്താണ് ഈ വിക്കറ്റ് ആകുന്നത്, ബോളേഴ്സ് എന്താണ് അറിയുന്നത്. അപ്പോൾ അവൻ കുറച്ചും കൂടി ഒരു ഐഡിയ തന്നു, ക്ലിയർ ഐഡിയ തന്നായിരുന്നു ആ സമയത്ത്. അപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പോയിരുന്നു. സൽമാൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ടീമിൻ്റെ ഒരു ഭാഗ്യചിഹ്നമായി മാറുകയാണ്. രഞ്ജി ട്രോഫിയിലാണെങ്കിലും നമുക്ക് ഓർമ്മയുണ്ട് ആ ഹെൽമെറ്റിൽ തട്ടി ബോൾ തിരിച്ചു വന്നതൊക്കെ. അപ്പോൾ കാലിക്കറ്റിൽ ഇനിയിപ്പോൾ സൽമാൻ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുലീപ് ട്രോഫിക്കായിട്ട് പോകുന്നു. അപ്പോൾ ടീമിൻ്റെ അത് നഷ്ടമാവില്ലേ? തീർച്ചയായും. കാരണം എന്താ പറയുക, എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലി പോലെയാണ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്. എന്നെ അത്രയും ടേക്ക് കെയറും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ്. ചെറിയ വിഷമമുണ്ട്, ബട്ട് എല്ലാം നല്ലതിനാണ്. കാരണം നമ്മുടെ ടീമിലെല്ലാവരും നല്ല രീതിയിൽ വെൽ പ്രിപ്പയർഡ് ആണ്. അവർ നല്ല രീതിയിൽ ചെയ്യും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടം ഫൈനലിൽ കളിച്ചൊരു ടീമാണ്. ഇത്തവണയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കപ്പിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല കാലിക്കറ്റ്? തീർച്ചയായും കപ്പിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല. നല്ല ക്രിക്കറ്റ് കളിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. നല്ല ക്രിക്കറ്റ് കളിക്കുക, നല്ല എന്താണോ മാച്ചിൽ സിറ്റുവേഷനിൽ ആവശ്യമായി നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. അതാണ് എപ്പോഴും മനസ്സിലെപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയല്. നമ്മളുടെയൊക്കെ നാട്ടിൽ ഇത്തരത്തിൽ നല്ല ഒരു പ്രാദേശിക ലീഗ് നടക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ സ്വപ്നം പ്രാഥമികമായിട്ട് ലീഗ് ക്രിക്കറ്റ് നോക്കുമ്പോൾ IPL, പിന്നെ ഓൾറെഡി ഇന്ത്യൻ ടീം. അപ്പോൾ IPL ഓൾറെഡി പല ടീമുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് IPL മോഹം എങ്ങനെയാണ്? എനിക്ക് അതിനെപ്പറ്റി പറയാൻ എനിക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് നന്ദി പറയും. കാരണം ഇങ്ങനത്തെ ഒരു ലീഗ്, ഇങ്ങനത്തെ സ്റ്റാർ സ്പോർട്സ് 3 എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് ഇത് സംഭവം. നമ്മളെല്ലാ പ്ലേയേഴ്സും ഇവിടെ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ കുറേ ആൾക്കാർ എന്താ പറയുക ലൈവ് ടെലികാസ്റ്റാണ്. അപ്പം ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. IPL സ്വപ്നം ഉണ്ട്, ബാക്ക് ഓഫ് മൈൻഡിലുണ്ട്. പക്ഷേ അതിനെപ്പറ്റി അധികം ചിന്തിക്കുന്നില്ല. എന്താണ് നമ്മളെ കയ്യിലുള്ള കാര്യം, അത് കൂടുതൽ ചെയ്യാൻ നോക്കുക, അതാണ് ആലോചിക്കുന്നത്. എന്തായാലും സൽമാൻ്റെ അവസാനം മാച്ചായിരുന്നു കാലിക്കറ്റിനോടൊപ്പം. പക്ഷേ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് തന്നെയാണ് സൽമാൻ ടീമിനോട് വിട പറയുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ആവേശകരമായ മാച്ചുകൾ കേരള ക്രിക്കറ്റ് ലീഗിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാമറമാൻ JB ജ്യോതിഷിനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.